രണ്ടുപേർ ഒരുമിച്ച് നടന്നാൽ അല്ലെങ്കിൽ ഒരുമിച്ച് യാത്ര ചെയ്താൽ അതൊരു പ്രണയമാകുമോ? പ്രണയമായാൽ തന്നെ അടുത്ത ചോദ്യം ഇതായിരിക്കും: വിവാഹം ഉടൻ ഉണ്ടാകുമോ? തെന്നിന്ത്യൻ താരങ്ങളായ തൃഷയും വിജയും പ്രണയത്തിലാണ്. പറയുന്നത് വേറാരുമല്ല, സോഷ്യൽ മീഡിയ തന്നെ. നടി കീർത്തി സുരേഷിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ തൃഷയും വിജയും ഒന്നിച്ച് പ്രൈവറ്റ് ജെറ്റിൽ ഗോവയിലെത്തിയതാണ് ഈ എക്സ്ക്ലൂസീവ് ന്യൂസിന്റെ അടിസ്ഥാനം. വിജയുടെ പ്രൈവറ്റ് ജെറ്റിലുണ്ടായിരുന്ന ആളുകളുടെ പേരുവിവരങ്ങൾ പുറത്തെത്തിയത് സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയായിരുന്നു. തൃഷയും വിജയും ഒന്നിച്ച് ജെറ്റിലുണ്ടായിരുന്നെന്ന് കണ്ടതോടെ ജെറ്റിനേക്കാൾ വേഗത്തിൽ വാർത്ത പരന്നു. പിന്നീട് എയർപോർട്ടിൽ നിന്നുള്ള ഇരുവരുടെയും ചിത്രങ്ങളും വീഡിയോയും പുറത്തെത്തിയോടെ ഇരുവരും ഡേറ്റിംഗിലാണെന്ന് സോഷ്യൽ മീഡിയ ഉറപ്പിക്കുകയും ചെയ്തു. ഗില്ലിയിൽ തുടങ്ങി ലിയോയിൽ എത്തി നിൽക്കുന്ന തൃഷ വിജയ് ജോഡിയിൽ വിവാദം കച്ചകെട്ടുന്ന കാര്യം കണ്ടില്ലെന്ന് നടിക്കാനാകില്ല. ലിയോ റിലീസ് ആയപ്പോഴും വിജയുടെ പിറന്നാൾ ദിനത്തിൽ ആശംസ അറിയിച്ച് തൃഷ മിറൽ സെൽഫി പങ്കുവച്ചപ്പോഴുമൊക്കെ ഗോസിപ്പുകൾ ഉണ്ടായിരുന്നെങ്കിലും താനെ കെട്ടടങ്ങിയിരുന്നു. എന്നാൽ ജെറ്റ് യാത്രാവ് വീണ്ടും കുത്തിപ്പൊക്കിയിരിക്കുകയാണ്. വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് പിന്നാലെയാണ് വിവാദങ്ങൾ എന്നതിനാൽ സൈബർ ആക്രമണം ഒരു രാഷ്ട്രീയ നീക്കമായാണ് പലരും വിലയിരുത്തുന്നത്. കുടുംബ ബന്ധങ്ങൾക്ക് തമിഴ് സിനിമാ ലോകവും രാഷ്ട്രീയ രംഗവും നൽകുന്ന പ്രാധാന്യം ഈ ഗോസിപ്പുകളുടെ വില കൂട്ടുന്നുമുണ്ട്. ജയലളിത MGR ജോഡിയോട് വിജയെയും തൃഷയെയും ഉപമിക്കുന്നവരും കുറവല്ല. MGRന്റെ പക്ഷം പിടിച്ച് ജയലളിത രാഷ്ട്രീയത്തിലേക്ക് വന്ന പോലെ തൃഷയും വരുമെന്നും ഇരുവരും രാഷ്ട്രീയത്തിലും ഒന്നിച്ച് തിളങ്ങുമെന്നുമൊക്കെ ഫാൻ ഫിക്ഷനുകൾക്കും പഞ്ഞമില്ല. ഗായിക സുചിത്രയാണ് വിജയ് തൃഷ ജോഡിയെ MGR ജയലളിത ജോഡിയുമായി ഉപമിച്ച് ആദ്യമായി രംഗത്തെത്തിയത്. സുഹൃത്തുക്കളായിരുന്ന കരുണാനിധിയും MGRും പിരിഞ്ഞ ശേഷം DMKയും കരുണാനിധിയെയും നേരിടാൻ ജയലളിതയെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരികയായിരുന്നു MGR. ഇതാണ് വിജയും പിന്തുടരുന്നതെന്നായിരുന്നു സുചിത്രയുടെ ആരോപണം. വിജയിക്കാൻ ഇതല്ല വഴിയെന്നും MGRൽ നിന്ന് രാഷ്ട്രീയ തന്ത്രങ്ങൾ പഠിച്ച ജയലളിത അദ്ദേഹത്തെ തന്നെ സൈഡാക്കിയത് ഓർമ്മ വേണമെന്നുമൊക്കെ അന്ന് സുചിത്ര ആഞ്ഞടിച്ചിരുന്നു. ഈ താരതമ്യമാണ് ഇപ്പോൾ വീണ്ടും ചർച്ചയാകുന്നത്. പാർട്ടിക്ക് പിന്തുണ ലഭിക്കാൻ വിജയ്ക്ക് ഇതിന്റെ ആവശ്യമില്ലെന്ന വിമർശനം കാര്യമായി തന്നെയുണ്ട്. രാഷ്ട്രീയപരമായ വിമർശനങ്ങൾ കൂടാതെ വിജയുടെ വ്യക്തി ജീവിതത്തെയും തൃഷയുമായുള്ള ഗോസിപ്പ് കണക്ട് ചെയ്യുന്നുണ്ട്. ഭാര്യ സംഗീതയുമായി വിജയ്ക്കുള്ള സോക്കോൾഡ് അടുപ്പക്കുറവിലേക്കാണിത് വിരൽ ചൂണ്ടുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ ഒരു മണിക്കൂറിനുള്ളിൽ 1 ലക്ഷത്തോളം പേർ ഉപയോഗിച്ച ഹാഷ്ടാഗാണ് ജസ്റ്റിസ് ഫോർ സംഗീത. സംഗീതയ്ക്ക് നീതി വാങ്ങിക്കൊടുക്കാനാണ് ട്വിറ്ററിലടക്കം കരുതൽ ആങ്ങളമാരുടെ മുറവിളി. 2023 വിജയ് സംഗീത ബന്ധത്തിൽ വിള്ളലുകളുണ്ടെന്ന വാർത്ത പ്രചരിച്ചത്. വിജയ് ചിത്രം വാരിസിന്റെ ഒരു ചടങ്ങിലും സംഗീത വരാതിരുന്നതോടെ ചർച്ചകൾക്ക് മൂർച്ചകൂടി. പിന്നീട് വിജയുടെ ഒരു പരിപാടിയിലും സംഗീതയെ കണ്ടില്ല. ഇരുവരും പൊതുവേദിയിൽ ഒന്നിച്ച് പ്രത്യക്ഷപ്പെട്ടിട്ട് 2 വർഷത്തോളമാകുന്നു. വിജയുടെ രാഷ്ട്രീയ പ്രഖ്യാപന വേദിയിലും സംഗീതയുടെ അസാന്നിധ്യം ചർച്ചയായിരുന്നു. ഇതാണിപ്പോൾ തൃഷയുമായുള്ള ഗോസിപ്പുകളോട് ചേർത്ത് വായിക്കപ്പെടുന്നത്. സംഗീതയെ വിജയ് ചതിക്കുകയാണെന്നാണ് സൈബർ ലോകത്തിന്റെ ആരോപണം.